നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് PYQ സീരീസുമായിട്ടാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്ന പ്യൂൺ വാച്ച്മാൻ, അതൊരു ഓൺലൈൻ എക്സാം ആയിരുന്നു. 116/2024 ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? എല്ലാവർക്കും അറിയാന്നുള്ളതായിരിക്കും. എടാ, ഇത് ആരാണ്ടാ പറഞ്ഞത്? ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലകൻ. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. അതേപോലെ തന്നെ ഭഗത് സിംഗ് എന്ത് ചെയ്തു? ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ജനകീയമാക്കി തീർത്തു. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഏത് വർഷമാണ്? ഓപ്ഷൻ സി, 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ആര് ഏറ്റെടുക്കുന്നത്? ബ്രിട്ടൻ ഏറ്റെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം? ഓക്കെ, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. ഏതാണ്ടാ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നോക്കിക്കോ. ഓഗസ്റ്റ് 9, 1942 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം? 1942 ഓഗസ്റ്റ് 9 എന്ത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ചത്. എടാ, അപ്പൊ ശ്രദ്ധിച്ചോ. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്ടാ? അരുണ ആസഫ് അലി. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക? അരുണ ആസഫ് അലി ആണ്. ഓക്കെ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് എന്നാണ്. ആരാണ്? ദയാനന്ദ സരസ്വതി ആണോ, ചട്ടമ്പി സ്വാമികളാണോ, ശ്രീനാരായണ ഗുരുവാണോ, ബിപിൻ ചന്ദ്രപാലാണോ? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ ദയാനന്ദ സരസ്വതിയാണ് എന്ത് സ്ഥാപിക്കുന്നത്? ആര്യ സമാജം സ്ഥാപിക്കുന്നത്. എടാ, ആര്യ സമാജം സ്ഥാപിച്ച വർഷം അറിയാവോടാ? എന്നാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്? എടാ ശ്രദ്ധിച്ചേ, 1875 എന്ത് സ്ഥാപിക്കുന്നത്? ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ഈ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഇതിനൊരു മുദ്രാവാക്യം ഉണ്ട്. എന്താണെന്ന് അറിയോടാ? ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ലോകത്തെ മഹത്വപൂർണമാക്കുക. ലോകത്തെ എന്താക്കുക? ലോകത്തെ മഹത്വപൂർണമാക്കുക. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. 1857 വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്ടാ? മംഗൾ പാണ്ഡെയാണ്. ഓപ്ഷൻ സി, മംഗൾ പാണ്ഡെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1949 ജനുവരി 26 1950 ജനുവരി 26 1947 ജനുവരി 26 1948 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി, 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ എന്താവുന്നത്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതും എന്നാണ്? 1950 ജനുവരി 26 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമാണ്. അതുപോലെ തന്നെ ഭരണഘടനാ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്നാണ്ടാ? നവംബർ 26 നവംബർ 26 പ്രത്യേകത എന്താണ്? ഭരണഘടനാ ദിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 52 32 42 44 ഏതാണ്ടാ? 42 ഭേദഗതിയാണ്. ഓപ്ഷൻ സി, 42 ഭേദഗതിയാണ് ആൻസർ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത്? 42 ഭരണഘടനാ ഭേദഗതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 5A ആണോ, 4A ആണോ, 9A ആണോ, 10A ആണോ? നമുക്കറിയാം ഏതാണ്ടാ? പാർട്ട് 4A എന്തിനെ കുറിച്ച് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്ത് അവകാശം, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം. എടാ, നമുക്കറിയാം മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന്. നോക്കിക്കോ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശമാണ്. അത് ശരിയാണ്. അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതും എന്താണ്ടാ? മൗലിക അവകാശമാണ്. സ്വത്തവകാശം മൗലിക അവകാശമാണോ?
അല്ല. എന്നാൽ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. നിലവിൽ സ്വത്തവകാശം എന്തല്ല? മൗലികാവകാശമല്ല, പകരം എന്തവകാശമാണ്? നിയമാവകാശമാണ്. അടുത്ത് നോക്കിക്കേ, സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, അങ്ങനെ ഒരു അവകാശം മൗലിക അവകാശങ്ങളിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 7 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഏതെടുത്തു മാറ്റി? സ്വത്തവകാശം എടുത്തു മാറ്റിയപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. 3ഉം 4ഉം എന്തല്ല? മൗലിക അവകാശങ്ങളിൽ പെടുന്നതല്ല. അപ്പൊ ഏതാണ്ട? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? അയർലൻഡ്, കാനഡ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക. എവിടെ നിന്നാണ് മൗലികാവകാശങ്ങൾ എടുത്തിട്ടുള്ളത്? നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്ട? അമേരിക്കയാണ്. അടുത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 ഓഗസ്റ്റ് 28-നാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. 1863 ജനിച്ച മറ്റ് നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോടാം. വിവേകാനന്ദൻ ജനിക്കുന്നത് 1863 അതുപോലെ അയ്യങ്കാളി 1863 ഡോക്ടർ പൽപ്പു ജനിക്കുന്നതും ഏത് വർഷമാണ്? 1863 അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അയ്യങ്കാളി ജനിച്ചത് എന്നാണെന്നാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് ആര് ജനിക്കുന്നത്? അയ്യങ്കാളി ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ എവിടെ? വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അതേപോലെ ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം, ചാലിയം കലാപം, അഞ്ചുതെങ്ങ് ലഹള. ഏതാണ്ടാ? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15-നാണ് എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട? ആദിത്യവർമ്മ. ഓക്കെ, ആരാണ്? ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാട് ഭരണാധികാരി. ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടി ഉണ്ടാകുന്നുണ്ട്. ഉടമ്പടിയുടെ പേരാണ് ഏത്? വേണാട് ഉടമ്പടി. ഏത് ഉടമ്പടി? വേണാട് ഉടമ്പടി. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1723 വേണാട് ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15-നാണ് എന്ത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ആരാണ്? നമുക്കിതറിയാം. ആരാണ്? സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി വ്യക്തി. അദ്ദേഹം എന്നാണ് INC പ്രസിഡന്റ് ആകുന്നത്, അല്ലെങ്കിൽ ഏത് സെഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം. തിരുക്കൊച്ചി സംയോജനം നടന്നത് എന്നാണ്ട? 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് എന്ത് നടക്കുന്നത്? തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ആരാണ്ട? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതി ഭായി ആണ്. ഓക്കെ, പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തത് ആരാണ്ട? അത് പാർവതി ഭായി ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ആരാണ്? ഗൗരി പാർവതി ഭായി ആണ്. മുഴുവൻ സമയ റീജന്റ് ആയിട്ട് പ്രവർത്തിച്ച ആദ്യത്തെ ആളും ആര് തന്നെയാണ്? ഗൗരി പാർവതി ഭായി ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ മന്ത്രി ആരാണ്? ആരാണ്ട? OR കേളു. ആരാണ്? OR കേളു ആണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ആരുടെയെല്ലാം ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്? ആരുടെയൊക്കെ അണ്ട?
ആൻസർ വിക്രം സാരാഭായി, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ശ്രമഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വരുന്നത്. എടാ ISRO വന്നത് എന്നാണ്ടാ? 1969 ഓഗസ്റ്റ് 15 എന്ത് വരുന്നത്? ISRO വരുന്നത്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലുള്ള അന്തരീക്ഷ ഭവൻ. ISROയുടെ ആസ്ഥാനം ഏതാണ്ട? ബാംഗ്ലൂർ അന്തരീക്ഷ ഭവനാണ് എന്ത്? ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ്. നോക്കിക്കോ, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? ഡോക്ടർ DS കോത്താരിയാണ്. ആരാണ്? DS കോത്താരിയാണ്. അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? DS കോത്താരിയാണ്. 10+2+3 എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞതും DS കോത്താരിയാണ്. എന്നാൽ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്ന് പറഞ്ഞത് ആരല്ല? കോത്താരി കമ്മീഷൻ അല്ല. അതാരാണ്ട? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് എന്ത്? അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ്. ആൻസർ അറിയാം. ഏതാണ്ട? ഓപ്ഷൻ ഡി, 4ാമത്തെ പ്രസ്താവന മാത്രം DS കോത്താരിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്വാതന്ത്ര്യാനന്തരം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങൾ ആരെല്ലാം? നോക്കിക്കേടാ. HN കുൻസ്രു, BR അംബേദ്കർ, KM പണിക്കർ, പോറ്റി ശ്രീരാമലു. അപ്പൊ സ്വാതന്ത്ര്യാനന്തരമാണ് സംസ്ഥാനങ്ങളെയൊക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടി, എന്തിന്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്ട? ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. അതുകൊണ്ട് ഇതിനെ ഫസൽ അലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. അതിൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഫസൽ അലിയെ കൂടാതെ 2 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ്ട? ഒന്നാമത്തെ ആള് HN കുൻസ്രു, രണ്ടാമത്തെ ആള് സർദാർ KM പണിക്കർ. രണ്ടാമത്തെ ആളാരാണ്? സർദാർ KM പണിക്കർ. അപ്പോൾ ആരൊക്കെയാണ് ഇതിലുള്ളത്? 1, 3. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 1 ആണോ, 3 ആണോ, 5 ആണോ, 7 ആണോ? ഏതാണ്ട? 5 ആണ്. ഓക്കെ, 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. എടാ, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നടാ? കാർഷിക വികസനമായിരുന്നു. ഒന്നെന്താണ്? കാർഷിക വികസനമായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശമല്ലാത്തത് ഏത്? നോക്കിക്കോടാ. പരസ്പരം ആക്രമിക്കാതിരിക്കുക, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. ഓക്കെ, പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങളിൽ വരുന്നതാണ്. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം അത് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക പഞ്ചശീല തത്വങ്ങളിൽ വരുന്നതാണ്. സമത്വവും പരസ്പര സഹായവും പുലർത്തുക എന്ന് പറയുന്നതും നമ്മുടെ പഞ്ചശീല തത്വങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിർദ്ദേശമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 23ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? രാജീവ് കുമാർ, സുമൻ കെ ബേരി, BBR സുബ്രഹ്മണ്യം ഇവരാരുമല്ല. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്ട? സുമൻ ബേരി ആണ്. BBR സുബ്രഹ്മണ്യം ആരാണ്ട? നീതി ആയോഗിന്റെ CEO ആണ്. ആരെന്ന് പറയുന്നത്? BBR സുബ്രഹ്മണ്യം. ഓക്കെ, നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്ട? പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കോ. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതാണ്ട? കന്യാകുമാരി ആണോ, രാമേശ്വരം ആണോ, ലക്ഷദ്വീപ് ആണോ, ഇന്ദിരാ പോയിന്റ് ആണോ? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ചോദിച്ചിരുന്നതെങ്കിൽ ആൻസർ ഇതാണ്, ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം ചോദിക്കുമ്പോൾ ആൻസർ മാറും, കന്യാകുമാരിയാണ് ആൻസർ. ഓക്കെ എടാ, അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം കന്യാകുമാരി, ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാക്കോള്, ഇന്ത്യയുടെ കിഴക്കേയറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേയറ്റം ഏതാണ്ടാ? കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുവാർ മോത്തി. ഏതാണ്ടാ? ഗുവാർ മോത്തി. ക്ലിയർ അല്ലേ? അടുത്ത, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? നമുക്കറിയാം ഏതാണ്ട് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഏറ്റവും വലിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇടുക്കിയാണ്.
അടുത്ത രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏത്? സിന്ധു, മഹാനദി, ലൂണി, കാവേരി. ഏതാണ്ടാ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി? ലൂണിയാണേ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? എവറസ്റ്റ് ഉണ്ട്, ആനമുടി ഉണ്ട്, മൗണ്ട് K2 ഉണ്ട്, കൈലാസം ഉണ്ട്. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഏതാണ്ടാ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് K2ന്റെ മറ്റൊരു പേരാണ് എന്ത്? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2. അടുത്ത് താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴ, ബാണാസുര സാഗർ, ഇടുക്കി, മുല്ലപ്പെരിയാർ. PSC ആൻസർ പ്രകാരം ഏതാണ്ട് ആൻസർ? ഇടുക്കിയാണ്. അപ്പോൾ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇടുക്കിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിച്ചോ. PV സിന്ധു, നീരജ് ചോപ്ര, വിനേഷ് ഫോഗട്ട്, മനു ഭാക്കർ. ഓക്കെ, വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്ട? ഓപ്ഷൻ ഡി, മനു ഭാക്കർ ആണ് ആൻസർ. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരമാണ് ആര്? മനു ഭാക്കർ. ആരാണ്ട? മനു ഭാക്കർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. 33ാമത്തെ ക്വസ്റ്റ്യനെ, ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഗ്രീനിച്ച് രേഖ, ഭൂമധ്യ രേഖ. ഏതാണ്ടാ? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖ ചോദിച്ചു കഴിഞ്ഞാൽ, രേഖാംശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ, ഉത്തരായന രേഖയാണ് ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കിക്കേടാ. ഏതാണ് ആൻസർ? മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷനാണ് ഏത്? ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. അടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ഏതാണ്ടാ? മുനമ്പമുണ്ട്, കൊയിലാണ്ടി, നീണ്ടകര, തങ്കശ്ശേരി. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നീണ്ടകരയാണ്. അപ്പോൾ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്ട? നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ നമുക്കറിയായിരിക്കും. ഏതാണ്? നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്ട? ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫിയാണ് എന്ത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട? ജോൺ ജോസഫ് മർഫിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്, പഞ്ചാബ്, കേരളം, ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി വന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഏതാണ്ട്? കേരളമാണ് കേട്ടോ. ആദ്യത്തെ ഡിജിറ്റൽ കോടതി വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ. ഏതാണ്ട? ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാണെന്ന് അറിയോടാ? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. അതേപോലെ തന്നെ എവിടെ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്ട? നമ്മുടെ തമിഴ്നാട്ടിലുള്ള ശിവഗിരി മലയിൽ നിന്ന്. തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? പെരിയാർ ഉത്ഭവിക്കുന്നത്. പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ അറിയാം. ഏതൊക്കെയാണ്? എറണാകുളം, ഇടുക്കി. അപ്പൊ പെരിയാർ ഏതൊക്കെ ജില്ലകളിൽ കൂടിയാണ് ഒഴുകുന്നത്? എറണാകുളം, ഇടുക്കി ജില്ലകളിലൂടെയാണ് എന്തൊഴുകുന്നത്? പെരിയാർ ഒഴുകുന്നത്. അപ്പൊ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്ട്? പെരിയാറാണ്. അടുത്ത സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലെ രണ്ടാമത്തെ നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനമാണ് ഏതെന്ന് പറയുന്നത്? സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. അതുപോലെ തന്നെ കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്ടാം? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് ഏതെന്ന് പറയുന്നത്? സൈലന്റ് വാലി എന്ന് പറയുന്നത്. അതേപോലെ കേരളത്തിലെ ഏക കന്യാവനമാണ് ഏത്? സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ് ഏതെന്ന് പറയുന്നത്? സൈലന്റ് വാലി. പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നാണ്? സൈരന്ധ്രി വനം.
ഇപ്പൊ പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്ന പേരെന്തെന്നാണ്? സൈരന്ത്രി വനം എന്നാണ്. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാടാണ്. അടുത്ത കേരളത്തിന്റെ സംസ്ഥാന ഫലം ഏതാണ്? നമുക്കറിയാം ഏതാണ്ടാ കേരളത്തിന്റെ സംസ്ഥാന ഫലം എന്ന് പറയുന്നത് ഏതാണ്? ചക്കയാണ്. ചക്കയുടെ സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ ആട്രോകാർപ്പസ് ഹെട്രോഫിലസ് എന്നാണ് എന്ത് ചക്കയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടി പഠിച്ചു വെച്ചോ, ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. ഓക്കെ, എടാ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, പുല്ലമ്പാറ എന്നാണ്. പുല്ലമ്പാറ ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയോ പോലെയാണ് കിടക്കുന്നത്. പുല്ലമ്പാറയാണ് ആൻസർ. ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ മിസ്റ്റേക്സ് വരാറുണ്ട് സ്ഥലങ്ങളിൽ. ഓക്കെ, എടാ നോക്കിക്കോ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കരസ്ഥമാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലമ്പാറ. അവർ പുല്ലമ്പാറ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പുല്ലമ്പാറയാണ് ആൻസർ. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കേരളത്തിലെ ഏത് നഗരമാണ് സാംസ്കാരിക നഗരമായി അറിയപ്പെടുന്നത്? ഓക്കെ, ഏതാണ്ടാ? തൃശ്ശൂരാണ് ആൻസർ. ഓക്കെ, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളമാണ്. വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, ജീവനം പദ്ധതിയുണ്ട്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, സുഭിക്ഷ കേരളം പദ്ധതിയുണ്ട്. ഇതില് സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്ടാ? ഓപ്ഷൻ ബി ജീവനം പദ്ധതിയാണ് കേട്ടോ. ഏതാണ്ടാ? ജീവനം പദ്ധതിയാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? എത്രയാണ്ടാ? ഇന്ത്യക്ക് 6 മെഡലുകളാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്ടാ? ഭുവനേശ്വർ ആണ്. ഏതാണ്? ഭുവനേശ്വർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒറ്റയാനെ കണ്ടെത്തുക. സൈലന്റ് വാലി ഉണ്ട്, ഇരവികുളമുണ്ട്, തട്ടേക്കാടുണ്ട്, മതികെട്ടാൻ ചോലയുണ്ട്. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. എടാ സൈലന്റ് വാലി എന്ന് പറയുന്നത് എന്താണ്ട? ഒരു ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി എന്താണ്? ഒരു ദേശീയോദ്യാനമാണ്. ഇരവികുളം എന്ന് പറയുന്നതും എന്താണ്? ഒരു ദേശീയോദ്യാനമാണ്. തട്ടേക്കാട് എന്ന് പറയുന്നത് ദേശീയോദ്യാനമല്ല, മറിച്ച് എന്താണ്? ഇതൊരു പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അതുപോലെ മതികെട്ടാൻ ചോല എന്ന് പറയുന്നതും എന്താണ്ട? നാഷണൽ പാർക്കാണ്, ദേശീയോദ്യാനമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒറ്റയാനെ കണ്ടെത്താനാണ്. തന്നിട്ടുള്ളതിൽ ഒറ്റയാന ഏതാണ്ട? തട്ടേക്കാടാണ്. കാരണം തട്ടേക്കാട് എന്താണ്? ഒരു പക്ഷി സങ്കേതമാണ്. ഓക്കെ, അടുത്ത് 48ാമത്തെ ചോദ്യം. 2024 ഓഗസ്റ്റിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? ഏതാണ്ട? 1 രൂപയാണ് കേട്ടോ. 2024 എത്രാമത്തെ വാർഷികം? 75ാമത്തെ വാർഷികം ആഘോഷിച്ച അല്ലെങ്കിൽ ആചരിച്ചത് ആരാണ്ട? 1 രൂപ കറൻസി നോട്ടാണ്. അടുത്തത് 49ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്ത് പേരിൽ വിശേഷിപ്പിക്കുന്നു? ഭൗമശാസ്ത്രജ്ഞർ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്ത് പേരിൽ വിശേഷിപ്പിക്കുന്നു? മണ്ണിന്റെ അൾസർ, മണ്ണിന്റെ ഫീവർ, മണ്ണിന്റെ ക്യാൻസർ, മണ്ണിന്റെ പ്രഷർ. എന്താണ്ടാ? മണ്ണിന്റെ ക്യാൻസർ എന്നാണ് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്നത്. അടുത്തത് 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ്ബോട്ടിന്റെ പേര്. ജമനൈ ഉണ്ട്, ജോയി ഉണ്ട്, ലാമിയ ഉണ്ട്, കാൻഡി ഉണ്ട്. ഏതാണ്ടാ? ജമനൈ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 51ാമത്തെ ചോദ്യം. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്ടാ? ആട്ടമാണ് കേട്ടോ ആൻസർ. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആട്ടമാണ്. അടുത്ത് 2024 ഓഗസ്റ്റ് 16 EOS 8 വിക്ഷേപിക്കാൻ ISRO ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ആൻസർ ഏതാണ്ട? ഓപ്ഷൻ ഡി SSLV D3 ആണ് വിക്ഷേപണ വാഹനം. അടുത്തത് ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എടാ ഉച്ഛ്വാസ സമയത്ത് നമ്മുടെ ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു. പ്രസ്താവന ശരിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയെല്ലിൻ കൂട് താഴുന്നു. ഓക്കെ, പിന്നെ പറയുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം
വികസിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്ട. ഉച്ഛ്വാസ സമയത്ത് എന്ത് ചെയ്യുന്നു? ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു, വാരിയെല്ലിൻ കൂട് ഉയരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യുന്നു? പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയെല്ലിൻ കൂട് താഴുന്നു. ഓക്കെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്ട? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, നിശ്വാസ സമയത്താണ് എന്ത്? ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നതും വാരിയെല്ലിൻ കൂട് താഴുന്നതും. അടുത്തത് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. ഇത് ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ 1ഉം 3ഉം ശരിയാണ്, 2ആണ് എന്ത്? തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത 54ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. മുറ, നിലിരവി, ബാദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ താഴെ പറയുന്നവയിൽ എന്തിലാണ് ഉൾപ്പെടുക? പശുവാണോ, പോത്താണോ, ആടാണോ, എരുമയാണോ? ഇതും ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ, പഴയ ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിൽ ബേസിക് സയൻസിൽ രണ്ടാമത്തെ പാർട്ടിൽ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചാപ്റ്ററിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുറ, നീലിരവി, ബാദാവരി എന്നീ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശുവാണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയാണ് ക്ലാരിഫ്ലോക്കുലേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ. ഏതാണ്ടാ? കൊയാഗുലേഷൻ ആണ്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായിട്ട് ആലം ചേർക്കുന്ന പ്രക്രിയയാണ് എന്ത്? കൊയാഗുലേഷൻ. അടുത്ത് ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം എന്തിന്റെ ഉദാഹരണമാണ്? വന്യജീവി സങ്കേതമാണോ, പക്ഷി സങ്കേതമാണോ, നാഷണൽ പാർക്കാണോ, കണ്ടൽ വനങ്ങളാണോ? ഏതാണ്ട ആൻസർ? നാഷണൽ പാർക്കുകളാണ്, ദേശീയോദ്യാനങ്ങളാണ്. എന്താണ്? ദേശീയോദ്യാനങ്ങളാണ്. എന്തെന്ന്? ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. പ്രസ്താവനയുണ്ട്. ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാകുന്നു. പ്രസ്താവന ശരിയാണ്. അതിനുള്ള റീസൺ ആണ് പറയുന്നത്. വൈറ്റമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? നിശാന്തത ഉണ്ടാവും. ഓക്കെ, തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന എ പറയുന്നു പ്രസ്താവന ശരി, പക്ഷെ കാരണം തെറ്റാണ്. ബി പറയുന്നു പ്രസ്താവനയും കാരണവും ശരിയാണെന്ന്. സി പറയുന്നു പ്രസ്താവന തെറ്റ്, കാരണം ശരി. ഡി പറയുന്നു പ്രസ്താവനയും കാരണവും തെറ്റാണ്. എടാ നോക്കിക്കേ, വൈറ്റമിൻ എയുടെ അഭാവം എന്തിന് കാരണമാകും? നിശാന്തതയ്ക്ക് കാരണമാകും. വൈറ്റമിൻ എ എന്താണ് ചെയ്യുന്നത്? വൈറ്റമിൻ എ റെറ്റിനയിലെ കാഴ്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ രൂപപ്പെടാൻ സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ട് എന്തുണ്ടാവും? നിശാന്തത ഉണ്ടാവും. അപ്പോൾ ഈ തന്നേക്കുന്ന പ്രസ്താവനയും കാരണവും എന്താണ്ട? ശരിയാണ്. അപ്പോൾ 59ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്ട? ബി ആണ്. എടാ അപ്പൊ 59ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്ട? ബി ആണ്. ഏതാണ്? ബി ആണ്. ഓക്കെ, അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്ട? ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. കാഥോഡ് രശ്മികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, നേർരേഖയിൽ സഞ്ചരിക്കുന്നു, മാസ് ഉണ്ട്, കാന്തിക മണ്ഡലത്തിൽ ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കാഥോഡ് റേസിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കാഥോഡ് രശ്മിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്ട തന്നിട്ടുള്ളതിൽ? പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഇതിൽ സവിശേഷത അല്ലാത്തത്. അടുത്ത് ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് ആണ്. ഇരുമ്പുണ്ട്, ചെമ്പുണ്ട്, സിങ്ക് ഉണ്ട്, അലൂമിനിയം ഉണ്ട്. എടാ ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്ട? ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് എന്ത്? ബോക്സൈറ്റ്. അതുപോലെ തന്നെ ക്രയോലൈറ്റ് എന്താണ്ട? ക്രയോലൈറ്റ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, അതുപോലെ തന്നെ കൊറാണ്ടം ഇതെല്ലാം എന്തിന്റെ? അലൂമിനിയത്തിന്റെ അയിരുകളാണ്. അപ്പോൾ അലൂമിനിയം അയിരുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, കൊറാണ്ടം ഉണ്ട്. അടുത്ത് 63ാമത്തെ ക്വസ്റ്റ്യൻ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഏതാണ്ട ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്? കൊബാൾട്ട് 60 ആണ്. ഏതാണ്ട? കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ്. അടുത്ത കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ഏതാണ്? ഏതാണ്ട? ഹൈഡ്രജൻ ആണ്. ഏറ്റവും നല്ല ഇന്ധനം ഏതാണ്? കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ആണ്. ഓക്കെ, അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം? പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, മലപ്പുറം. എവിടെയാണ്ട? കണ്ണൂരിലാണ്. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം ഏതാണ്ട? എലിപ്പനി. പ്രളയബാധിത പ്രദേശങ്ങളിൽ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിപ്പനിയാണ്. അടുത്ത
വൈറസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. വൈറസിന് സങ്കീർണ ഘടനയാണുള്ളത്. വൈറസുകൾ മനുഷ്യരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഡിഫ്തീരിയ ഒരു വൈറസ് രോഗമാണ്. ഓക്കെ, എടാ ഇതിൽ വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ്. വൈറസ് എന്താണ് ചെയ്യുന്നത്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അവ എന്ത് ചെയ്യുന്നു? വളരുന്നു. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, മലമ്പനിക്ക് കാരണമായ രോഗവാഹകർ ഡാഷ് ആണ്. ആരാണ്ടാ? മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗവാഹകർ ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ക്യാൻസർ, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നാണ്. ക്യാൻസർ പകർച്ചവ്യാധിയാണോ? അല്ല. ഡയബറ്റിസ് പകർച്ചവ്യാധിയാണോ? അല്ല. ഹൈപ്പർ ടെൻഷൻ പകർച്ചവ്യാധിയാണോ? അല്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്തല്ല? പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ല. അടുത്ത 71ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതും PSCയുടെ ഒരു ഇഷ്ട ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? സ്നേഹ സാന്ത്വനം. സ്നേഹ സാന്ത്വനമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത 72ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഡാഷ് ആണ്. മിഖായേൽ, ശരണ്യ, ജീവനം, സ്പെക്ട്രം. ആൻസർ ഏതാണ്ട? സ്പെക്ട്രം ആണ്. അടുത്ത, അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴയാണ് കേട്ടോ. ഓപ്ഷൻ എ ആലപ്പുഴയാണ് ആൻസർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം എഴുതുക. പക്ഷാഘാതം, ക്യാൻസർ, അനീമിയ, എയ്ഡ്സ്. ഓക്കെ, എടാ ഇതിൽ ജീവിതശൈലി രോഗം ഏതാണ്ട? പക്ഷാഘാതമാണ്. ബാക്കിയൊന്നും എന്തല്ല? ജീവിതശൈലി രോഗങ്ങളല്ല. അടുത്ത, കേരള സർക്കാരിന്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചോക്ലേറ്റ്, ജീവനം, മിഠായി, ശരണ്യ. ഏതാണ്ട് ആൻസർ? മിഠായി ആണ്. ഏതാണ്? മിഠായി ആണ് ആൻസർ. അടുത്ത്, താഴെ പറയുന്നവയിൽ ഏത് ജീവകമാണ് അസ്കോർബിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്ട? വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം ആണ് അസ്കോർബിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 100 ഗ്രാം കശുവണ്ടി പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന മാംസ്യത്തിന്റെ അളവ് എത്രയാണ്? നോക്കിക്കോ. ഓപ്ഷൻ സി 21.2 ഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വൈറ്റമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ? ഓപ്ഷൻ എ ബി, ഓപ്ഷൻ ബി ഡി, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി സി. ഓക്കെ, ഏത് വൈറ്റമിന്റെ അഭാവം മൂലമാണ് കണ ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? കണ എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എടാ 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. താഴെ പറയുന്നവയിൽ പച്ചമുളകിന്റെ സങ്കര ഇനം കണ്ടെത്തുക. ഓക്കെ, എടാ നോക്കിക്കോ. സൂര്യയുണ്ട്, അനാമികയുണ്ട്, അനുഗ്രഹയുണ്ട്, പവിത്രയുണ്ട്. നോക്കിക്കോ. എടാ സൂര്യ എന്ന് പറയുന്നത് വഴുതനയുടെ സങ്കര ഇനമാണ്. അനാമിക എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ്. അനുഗ്രഹ പച്ചമുളകിന്റെ സങ്കര ഇനമാണ്. പവിത്ര എന്ന് പറയുന്നത് നെല്ലിന്റെ സങ്കര ഇനമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പച്ചമുളകിന്റെ സങ്കര ഇനം കണ്ടെത്താനാണ്. ഇപ്പൊ നമുക്ക് ആൻസർ അറിയാം. ഏതാണ്ടാ? അനുഗ്രഹ. അപ്പോൾ തന്നിരിക്കുന്നവയിൽ പച്ചമുളകിന്റെ സങ്കര ഇനം ഏതാണ്? അനുഗ്രഹയാണ്. ഓക്കെ, എടാ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഇതൊന്ന് അറ്റൻഡ് ചെയ്യുക. അറിഞ്ഞൂടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കുക. പുതിയൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്